നാടൻ കലയുടെ കലവറയായൊരു കേരളമേ, നാടൻ കലയുടെ കളിയരങ്ങായൊരു കേരളമേ, നിനക്കഭിവാദ്യം നിനക്കഭിവാദ്യം നിനക്കഭിവാദ്യം. പുഞ്ചിരിക്കുന്ന പുഷ്പങ്ങൾ. കാലയവനികയ്ക്കുള്ളിൽ മറയും നാടൻ കലയുടെ ശീലുകളെ, കാലയവനികയ്ക്കുള്ളിൽ മറയും നാടൻ കലയുടെ ശീലുകളെ, ഇവിടെ ഉണരും നാടൻ കലയും ഉണർന്നു പാടും ഗീതങ്ങൾ, ഇവിടെ ഉണരും നാടൻ കലയും ഉണർന്നു പാടും ഗീതങ്ങൾ. നാളുകളായി നടനമാടിയ നാടൻ കലയുടെ പുരവതിമാരെ, നാളുകളായി നടനമാടിയ നാടൻ കലയുടെ പുരവതിമാരെ, നിങ്ങളുയർത്തിയ ഈ തിരുനാളം ഞങ്ങളിലെന്നും വിരിയട്ടെ, നിങ്ങളുയർത്തിയ ഈ തിരുനാളം ഞങ്ങളിലെന്നും തെളിയട്ടെ. പുഞ്ചിരിക്കുന്ന പുഷ്പങ്ങൾ. അഭിമന്യ സദസ്സിന് അഭിവാദനങ്ങൾ. സഹൃദയരെ, മനുഷ്യ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ പുരോഗതിയുടെ പടവുകൾ കടന്ന് വെന്നിക്കൊടി പാറിച്ച മനുഷ്യൻ എന്ന മനോഹര സൃഷ്ടിയെ നമുക്ക് കണ്ടെത്താം. ഈ പുരോഗതിയുടെ പാതയിൽ പൊൻവെളിച്ചം വീശിയ ഒരു ത്രയക്ഷര സുന്ദരിയെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സഹസ്രാബ്ദങ്ങൾക്ക് പിന്നിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നിബിഡമായ വനഭൂമി, ഈ വനത്തിൻ്റെ ഉള്ളിലെ പാറക്കൂട്ടങ്ങളുടെ ഗുഹകളിൽ കറുത്ത ബീഭത്സങ്ങളായ മനുഷ്യരൂപങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? അതെ, അവരാണ് മനുഷ്യൻ്റെ ആദ്യ പിതാക്കന്മാർ, കാട്ടാള വർഗത്തിൽപ്പെട്ടവർ. മാനത്തു മുട്ടുന്ന വൻമരം കാണാനായി മാനത്തെ ചന്ദ്രൻ വന്നെത്തി നോക്കി, മാനത്തു മുട്ടുന്ന വൻമരം കാണാനായി മാനത്തെ ചന്ദ്രൻ വന്നെത്തി നോക്കി. കൂട്ടുതീരയുന്ന സിംഹക്കീടാങ്ങളും പാട്ടുകൾ പാടുന്ന പക്ഷിവൃന്ദങ്ങളും, കൂട്ടുതീരയുന്ന സിംഹക്കീടാങ്ങളും പാട്ടുകൾ പാടുന്ന പക്ഷിവൃന്ദങ്ങളും. കാട്ടിലെ കൂട്ടുകാർ ഒന്നു ചേർന്നാടുന്ന കാട്ടിലെ ചന്തമീതാരും കണ്ടു, കാട്ടിലെ കൂട്ടുകാർ ഒന്നു ചേർന്നാടുന്ന കാട്ടിലെ ചന്തമീതാരും കണ്ടുവോ? ആരാരും കണ്ടുവോ ആരാരും കണ്ടുവോ കാട്ടിലെ ചന്തമീതാരും കണ്ടുവോ? ആരാരും കണ്ടുവോ ആരാരും കണ്ടുവോ കാട്ടിലെ ചന്തമീതാരും കണ്ടുവോ? മാനത്തു മുട്ടുന്ന വൻമരം കാണാനായി മാനത്തെ ചന്ദ്രൻ വന്നെത്തി നോക്കി, മാനത്തു മുട്ടുന്ന വൻമരം കാണാനായി മാനത്തെ ചന്ദ്രൻ വന്നെത്തി നോക്കി. അവരങ്ങനെ പക്ഷികളോടും മൃഗങ്ങളോടും ഒപ്പം വനത്തിൽ ജീവിച്ചു. സൂര്യൻ ഉദിക്കുമ്പോൾ അവർ ആഹാരം തേടി കാട്ടിലൂടെ ചുറ്റി നടക്കും. കയ്യിൽ കിട്ടുന്നത് എന്തും അവർ ആഹാരമാക്കും. മൃഗങ്ങളെ വൻതോതിൽ അവർ വേട്ടയാടി. നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ആദ്യ മനുഷ്യൻ്റെ മനസ്സിൽ മൃഗങ്ങളെ ഇണക്കി വളർത്താനുള്ള താല്പര്യം ജനിച്ചു. ചെറിയ ആട്ടുംകുട്ടികളെ പിടിച്ച് കാട്ടുവള്ളികളിൽ ഉടക്കി തീറ്റ നൽകി വളർത്തുവാൻ അവർ പരിശീലിച്ചു. നല്ലതുപോലെ ഇണങ്ങുന്ന ജീവികൾ. ഹായ് എന്ത് രസം, ഹായ് എന്ത് രസം. അവ തിന്നുന്നതും കുടിക്കുന്നതും കണ്ട് അവർ സന്തോഷിച്ചു. ജീവിതത്തിന് അർത്ഥം വന്നതുപോലെ. പിന്നീട് അവർ കൂട്ടമായി ആടുകളെ വളർത്തുവാൻ തുടങ്ങി. പ്രഭാതമാകുമ്പോൾ അവയെ തീറ്റിപ്പോറ്റുവാൻ പുറത്തേക്ക് കൊണ്ടുപോകും. പ്രദോഷമാകുമ്പോൾ തിരികെ കൊണ്ടുവരും. എന്നിട്ടോ? അങ്ങനെ നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം വളരെ മിടുക്കനായ ഒരു ആട്ടിൻകുട്ടിയെ കാണാനില്ല എന്ന് ഇടയൻ മനസ്സിലാക്കി. എങ്ങനെയാണെന്നല്ലേ? എങ്ങനെയാ?
ആർക്കറിയാം? അയ്യോ, എവിടെ പോയി? ആഹാ, ആർക്കറിയാം? നിനക്കറിയാമോ? എനിക്കറിയില്ല, ഒന്നും അറിയില്ല. എങ്ങനെ പോയി? അയ്യോ പാപം, ആശാൻ അറിയാമോ? പറയാ. എല്ലാ ദിവസവും ആടുകളെ കൂട്ടിൽ കയറ്റിയ ശേഷം ക്ഷീണം തീർക്കുവാൻ അടുത്തുള്ള മരച്ചുവട്ടിൽ ഇടയൻ ഇരിക്കുക പതിവായിരുന്നു. അപ്പോൾ തൻ്റെ അടുത്തേക്ക് വരാറുള്ള ആ ആട്ടുംകുട്ടിയെ അന്ന് അയാൾ കണ്ടില്ല. അങ്ങനെയാണ് അയാൾക്കത് മനസ്സിലായത്. ദുഃഖാർത്തനായോരിടയൻ കാണാത്തൊരാടിനെ തേടി കാട്ടിൽ മുഴുവൻ അലഞ്ഞു, കണ്ടെത്തുവാനായില്ലേ. ദുഃഖാർത്തനായോരിടയൻ കാണാത്തൊരാടിനെ തേടി കാട്ടിൽ മുഴുവൻ അലഞ്ഞു, കണ്ടെത്തുവാനായില്ലേ. കാട്ടിൽ മുഴുവൻ അലഞ്ഞു, കണ്ടെത്തുവാനായില്ലേ. ദുഃഖവും ക്ഷീണവും കൊണ്ട് തളർന്ന് ആ ആട്ടിടയൻ ആട്ടിൻകുട്ടിയെ തേടി അലഞ്ഞു നടന്നു. അയ്യോ അയ്യോ, എൻ്റെ ആട്ടിൻകുട്ടിയെ കണ്ടില്ല. നേരെ വിരളുന്നു, കൂരിരുൾ എങ്ങും പരക്കുന്നു. അമ്മേ അമ്മേ അമ്മേ. അങ്ങ് ദൂരെ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ടു. എന്തോ അപകടം പറ്റി. തൻ്റെ പുന്നാരക്കുട്ടൻ കരയുകയാണല്ലോ. ആട്ടിടയൻ അങ്ങോട്ട് ഓടി. ചെന്നായ്ക്കൾ കടിച്ചു കീറിക്കൊണ്ടിരുന്ന ആ കുസൃതിക്കുട്ടൻ്റെ നിലവിളി, അമ്മേ അമ്മേ. അതാ ചെന്നായ്ക്കൾ ആട്ടിടയൻ്റെ നേരെ തിരിയുന്നു. പെട്ടെന്ന് അടുത്തു നിന്ന മരത്തിലേക്ക് ആട്ടിടയൻ ചാടിക്കയറി. ആട്ടിടയൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. വീണ്ടും ചെന്നായ്ക്കൾ അതാ ആ ആട്ടിൻകുട്ടിയെ ആക്രമിക്കുന്നു. കണ്ണുകൾ പൊത്തിക്കൊണ്ട് ആ ആട്ടിടയൻ വീർപ്പടക്കി മരക്കൊമ്പിലിരുന്നു. കുറേ നേരം മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ. ആ കുസൃതി കുടുക്ക തൻ്റെ അമ്മയാടിനോട് ചോദിക്കുകയുണ്ടായി, അമ്മതൻ പുന്നാര കുട്ടൻ ഞാനീ കാടൊന്നു കാണുവാൻ പോട്ടെ. അമ്മതൻ പുന്നാര കുട്ടൻ ഞാനീ കാടൊന്നു കാണുവാൻ പോട്ടെ. കാടുകൾ മേടുകൾ താണ്ടി ഞാനോ തീറ്റകൾ തിന്നു രസിച്ച്. കാടുകൾ മേടുകൾ താണ്ടി ഞാനോ തീറ്റകൾ തിന്നു രസിച്ച്. അമ്മതൻ പുന്നാര കുട്ടൻ ഞാനീ കാടൊന്നു കാണുവാൻ പോട്ടെ. ഓടിവരാമമ്മേ വേഗം, ഞാനി മേലടിവരമമ്മേ വേഗം. ഓടിവരാമമ്മേ വേഗം, ഞാനി മേലടിവരമമ്മേ വേഗം. പാട്ടുകൾ പാടി ഞാനാടിവരാ, പുല്ലുകൾ തിന്നു ഞാനാടിവരാ. പാട്ടുകൾ പാടി ഞാനാടിവരാ, പുല്ലുകൾ തിന്നു ഞാനാടിവരാ. അമ്മതൻ പുന്നാര കുട്ടൻ ഞാനീ കാടൊന്നു കാണുവാൻ പോട്ടെ. അമ്മ പറഞ്ഞു, പോകല്ലേ പോകല്ലേ കുഞ്ഞേ നീ, നേരമീരുളുന്ന നേരമയ്യോ. ചെന്നായ് പൂലികളും ഉണ്ടേ കാട്ടിൽ, കണ്ടാലോ കൊന്നങ്ങു തിന്നിടില്ലേ. എൻ്റെ അമ്മേ, എൻ്റെ ഈ കൂർത്ത കൊമ്പുകൾ കൊണ്ട് ഏത് വമ്പനെയും ഞാൻ ശരിപ്പെടുത്തും. ഇതും പറഞ്ഞ് അമ്മയുടെ വാക്കുകൾ അനുസരിക്കാതെ
ആ കുസൃതിക്കുട്ടി കാട്ടിലേക്ക് ഓടി. അനുസരണക്കേടിന്റെ ഫലം ഇതാ ചെന്നായ്ക്കളുടെ കൂർത്ത പല്ലുകളിൽ ആട്ടിൻകുട്ടി പിടയുന്നു, ദയനീയമായി വധിക്കപ്പെടുന്നു. വയ്യമ്മേ, എന്നെ ഒന്ന് രക്ഷിക്കൂ അമ്മേ. ഇനി അമ്മ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചു കൊള്ളാം. കരുണയ്ക്ക് വേണ്ടി കേഴുന്ന ആ കുഞ്ഞാടിന്റെ കണ്ണുകൾ നമ്മെ നോക്കി എന്തോ യാചിക്കുന്നല്ലോ. എന്താണത്? മൂത്തവർ ചൊല്ലുന്ന വാക്കിൽ ധിക്കാരം കാട്ടുന്ന കുഞ്ഞേ, ഓർക്കുക നിങ്ങളും മേലിൽ ഏതോ അപകടമാണു പിന്നിൽ. മൂത്തവർ ചൊല്ലുന്ന വാക്കിൽ ധിക്കാരം കാട്ടുന്ന കുഞ്ഞേ, ഓർക്കുക നിങ്ങളും മേലിൽ ഏതോ അപകടമാണു പിന്നിൽ. ഓർക്കുക നിങ്ങളും മേലിൽ ഏതോ അപകടമാണു പിന്നിൽ. ആ പാപം അമ്മയുടെ വാക്ക് അനുസരിച്ചിരുന്നെങ്കിൽ ചെന്നായ്ക്കളുടെ കയ്യിൽപ്പെട്ട് തനിക്ക് ഈ ഗതി വരികയില്ലായിരുന്നു എന്ന് ആ ആട് ചിന്തിച്ചു. നന്മയ്ക്കുള്ള വഴികളിലെല്ലാം ആദ്യം കഴിക്കും പിന്നെ മധുരം. നന്മയ്ക്കുള്ള വഴികളിലെല്ലാം ആദ്യം കഴിക്കും പിന്നെ മധുരം. മൂത്തവർ ചൊല്ലും മുതിനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ രസിക്കും. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ രസിക്കും. നന്മയ്ക്കുള്ള വഴികളിലെല്ലാം ആദ്യം കഴിക്കും പിന്നെ മധുരം. നന്മയ്ക്കുള്ള വഴികളിലെല്ലാം ആദ്യം കഴിക്കും പിന്നെ മധുരം. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ രസിക്കും. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ രസിക്കും. ആദ്യം കഴിക്കും പിന്നെ രസിക്കും. ആദ്യം കഴിക്കും പിന്നെ രസിക്കും. കുറച്ചുകൂടി നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ കുസൃതിക്കുട്ടനെ രക്ഷിക്കാമായിരുന്നു എന്ന് ഇടയൻ കരുതി. പിറ്റേ പ്രഭാതം മുതൽ ഓരോ ആടിനെയും കൂട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ഓരോ കല്ലെടുത്ത് സൂക്ഷിച്ചു വെച്ചു. പ്രദോഷമാകുമ്പോൾ തിരികെ കൂട്ടിൽ കയറ്റും. അപ്പോൾ ആ കല്ല് മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കും. അങ്ങനെ ആടുകൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുവാൻ ഇടയൻ പഠിച്ചു. ഒരാടിന് പകരം ഒരു കല്ല് എന്ന രീതിയിൽ ഗണിതത്തിൻ്റെ പ്രാഥമിക ആവശ്യം മനുഷ്യൻ നിറവേറ്റി. കല്ലിന് പകരം ഇലയും കമ്പും അവർ ഉപയോഗിച്ചു. ആടുകളുടെ എണ്ണം കൂടിയപ്പോൾ കല്ലിനും ഇലയ്ക്കും പകരം പാറകളിൽ പോറലുണ്ടാക്കാനും ചിത്രങ്ങൾ വരയ്ക്കാനും അവർ പഠിച്ചു. അങ്ങനെ അക്കങ്ങൾ എഴുതാനുള്ള കഴിവ് നേടി. കൈവിരലുകൾ ഉപയോഗിച്ച് എണ്ണം കണക്കാക്കാനും അവർക്ക് സാധിച്ചു. കാലക്രമേണ 1, 2, 3 എന്നീ എണ്ണൽ സംഖ്യകൾ രൂപപ്പെടുകയുണ്ടായി. എന്നാലും എണ്ണിത്തിരിക്കാനുമായി എന്നൽ സംഖ്യകൾ രൂപം കൊണ്ടു. എന്നാലും എണ്ണിത്തിരിക്കാനുമായി എന്നൽ സംഖ്യകൾ രൂപം കൊണ്ടു. കൈകാൽ വിരലിലെ എണ്ണം നോക്കി ആടുകളെയൊക്കെ എണ്ണി നോക്കി. കൈകാൽ വിരലിലെ എണ്ണം നോക്കി ആടുകളെയൊക്കെ എണ്ണി നോക്കി. എന്നാലും എണ്ണിത്തിരിക്കാനുമായി എന്നൽ സംഖ്യകൾ രൂപം കൊണ്ടു. നൂറ്റാണ്ടുകളും തലമുറകളും പിന്നിട്ടു. ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ കൂട്ടം പിരിഞ്ഞ് പല പ്രദേശങ്ങളിലേക്കും അവർ മാറി മാറി താമസിച്ചു. പുതിയ നാടുകൾ തേടി അവർ പിരിഞ്ഞു. ഇതിനായി ആടുകളെ പങ്കുവെക്കേണ്ടി വന്നപ്പോൾ അവർക്ക് സംഖ്യകളുടെ ഉപയോഗം കൂടിക്കൂടി വന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നീ സംഖ്യകൾ രേഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞു. 9-നേക്കാൾ വലിയ സംഖ്യയെ എങ്ങനെ രേഖപ്പെടുത്താമെന്ന് അവർ ചിന്തിച്ചു. എങ്ങനെ അങ്ങനെയിരിക്കെ, അതായത് പ്രാചീന ഭാരതത്തിലെ വനാന്തർ ഭാഗത്ത് വിജ്ഞാനദാഹികളായ മുനിശ്രേഷ്ഠന്മാർ അതിമഹത്തായ ഒരു കണ്ടുപിടുത്തം നടത്തി. അവർ 0 എന്ന അക്കം കണ്ടുപിടിച്ചു. 0 എന്നാൽ ശൂന്യം എന്നാണ് അന്ന് നൽകിയ അർത്ഥം. 1ന്റെ അഗ്രങ്ങൾ വളച്ചു കൂട്ടിച്ചേർത്ത് വൃത്തരൂപത്തിലുള്ള ഒരു അടയാളമായി പിന്നീട് അവർ അത് രേഖപ്പെടുത്തി.
പൂജ്യം കണ്ടുപിടിച്ചു നമ്മൾ ഭാരത മക്കൾ പണ്ടേ. പൂജിതമാകും സംഖ്യയെയും കണ്ടെടുത്തു ഭാരതം. പൂജ്യം കണ്ടുപിടിച്ചു നമ്മൾ ഭാരത മക്കൾ പണ്ടേ. പൂജിതമാകും സംഖ്യയെയും കണ്ടെടുത്തു ഭാരതം. പൂജ്യം കണ്ടുപിടിച്ചു നമ്മൾ ഭാരത മക്കൾ പണ്ടേ. പൂജിതമാകും സംഖ്യയെയും കണ്ടെടുത്തു ഭാരതം. അങ്ങനെ ഒന്നിന്റെ വലതുവശത്ത് 0 ചേർത്ത് 9 വലുതും 2 അക്കമുള്ള സംഖ്യകളിൽ ഏറ്റവും ചെറുതുമായ 10 രേഖപ്പെടുത്തുവാൻ തുടങ്ങി. കൈവിരലുകളും കാൽവിരലുകളും എണ്ണി രേഖപ്പെടുത്തുവാൻ 0 കണ്ടുപിടുത്തത്തോടെ അവർക്ക് കഴിഞ്ഞു. ഒന്നും കൂട്ടി 2 എന്ന സങ്കലന വസ്തുത അവർ ഗ്രഹിച്ചു, അല്ലേ ആശാനെ? അതെ, അത് വളരെ ശരിയാ. ചെറിയ സംഖ്യകളെ കൂട്ടുവാനുള്ള തങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ മറ്റ് പ്രദേശത്ത് താമസിക്കുന്ന കൂട്ടരുമായി അവർ പങ്കുവച്ചു. 2 2 4, 3 3 6 തുടങ്ങിയ സങ്കലന വസ്തുതകൾ വിരലുകളെയും ആടുകളെയും മറ്റും കൂട്ടി കണ്ടുപിടിച്ചതോടെ അവർ ചിന്തയിലാണ്ടു. എങ്ങനെ സന്തോഷം കൂട്ടാം? സന്തോഷം കൂട്ടണം, അടിക്കണം, മയക്കുമരുന്ന്, കഞ്ചാവ്, അങ്ങനെ പലതും. ഇവയൊക്കെ ദുരന്തവാഹിനികളാണ്. ഒരിക്കൽ രുചിച്ചാൽ അവൻ അതിൻ്റെ അടിമകളാവും. മിഠായി പോലുള്ള ലഹരി അവരേകി പൈതങ്ങളെ വലവേശി പിടിക്കുന്നു. കഷ്ടമാണ്, മഹാകഷ്ടമാണ്. മലയാള നാട് ഒരു മണമുള്ള നാട്, ലഹരി കരിഞ്ഞു മണക്കുന്ന നാട്. മലയാള നാട് ഒരു മണമുള്ള നാട്, ലഹരി കരിഞ്ഞു മണക്കുന്ന നാട്. ലഹരി വിരുദ്ധ പ്രയാണങ്ങളെല്ലാം, ലഹരി വിരുദ്ധ പ്രയാണങ്ങളെല്ലാം നാടിനു മോചനമാകട്ടെ എന്നും, ഈ നാടിനു മോചനമാകട്ടെ എന്നും. മലയാള നാട് ഒരു മണമുള്ള നാട്, ലഹരി കരിഞ്ഞു മണക്കുന്ന നാട്. മലയാള നാട് ഒരു മണമുള്ള നാട്, ലഹരി കരിഞ്ഞു മണക്കുന്ന നാട്. ഇന്ന് ലോകത്തിന്റെ നാശത്തിന് വഴിവെക്കുന്ന മാരകമായ വിഷമാണവ. മദ്യം, മയക്കുമരുന്നുകൾ നമ്മുടെ നാട് നശിപ്പിക്കും. നമ്മുടെ ബോധം കെടുത്തും, നമ്മുടെ ബോധ്യം കെടുത്തും, നാശം വരുത്തും, നമ്മുടെ ജീവൻ എടുക്കും, നമ്മുടെ രാജ്യത്തെ തകർക്കും. പിന്നെ നാം എന്ത് ചെയ്യണം സന്തോഷം ലഭിക്കുവാൻ? ഒന്ന് ആശാനെ. ഗണിതശാസ്ത്രത്തിൽ സങ്കലന ക്രിയ പഠിക്കുമ്പോൾ നാം ഇതുകൂടി ചിന്തിക്കണം. കൂട്ടണം ജീവിതയാത്രയിൽ കൂട്ടുകാരൊപ്പം നാട്ടുകാരെ. കൂട്ടണം നാട്ടുകാരെ സ്വന്തം രാജ്യത്തെ ലോകത്തും എന്ന പോലെ. കൂട്ടണം ജീവിതയാത്രയിൽ കൂട്ടുകാരൊപ്പം നാട്ടുകാരെ. കൂട്ടണം നാട്ടുകാരെ സ്വന്തം രാജ്യത്തെ ലോകത്തെ എന്ന പോലെ. അറിവുകൾ കൂട്ടണം, അറിവിനാൽ വളരണം, അറിവിന്റെ ക്രിയയായി കൂട്ടിയിടണം. അറിവുകൾ കൂട്ടണം, അറിവിനാൽ വളരണം, അറിവിന്റെ ക്രിയയായി കൂട്ടിയിടണം. ആശാനെ, കഥ ആശാനെ. അങ്ങനെയിരിക്കെ കൊടിയ മഴക്കാലം വന്നു. തണുത്തു വിറച്ച് അവരുടെ പ്രിയപ്പെട്ട ആടുകൾ ചത്തൊടുങ്ങുവാൻ തുടങ്ങി. പല പ്രദേശങ്ങളിലും അവർ കാടിനുള്ളിൽ സങ്കടത്തോടെ കഴിഞ്ഞു. തങ്ങളുടെ എത്ര ആടുകൾ പല ദിവസങ്ങളായി ചത്തുപോയി എന്നറിയുവാൻ അവർ ആഗ്രഹിച്ചു. രോഗം വരുന്നതിന് മുമ്പുള്ള ആടുകളുടെ എണ്ണം അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു. ജീവനുള്ള ആടുകളെ അവർ എണ്ണി നോക്കി. അവയുടെ എണ്ണത്തോടെ എത്ര കൂടി കൂട്ടിയാൽ മുൻപുണ്ടായിരുന്ന അത്രയും എണ്ണം ആകുമെന്ന് അവർ കണ്ടുപിടിച്ചു. അതായത് 9 ആടുകൾ ഉണ്ടായിരുന്ന ഒരു ഇടയന് 2 ആടുകളെ ഇപ്പോഴുള്ളുവെങ്കിൽ 2നോട് എത്ര കൂടി കൂട്ടിയാൽ 9 കിട്ടും എന്നവർ നോക്കി. 2 7 9. ഇതിൽ നിന്നും 7 ആടുകൾ നഷ്ടപ്പെട്ടു എന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ കുറയ്ക്കൽ രീതി അവർ കണ്ടുപിടിച്ചു. ഗണിതത്തിലെ കുറയ്ക്കൽ രീതി പഠിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങളും ഉണ്ടല്ലോ. രണ്ടാം ക്രിയയിൽ കുറയ്ക്കാൻ പഠിക്കണം, ദോഷങ്ങളൊക്കെ കുറച്ചിടണം. കുറയ്ക്കണം പിണക്കങ്ങളെല്ലാം, കുറയ്ക്കണം തിന്മയഹങ്കാരങ്ങൾ.
സ്പർദ്ധയും വിരോധവും മെച്ചമായി കുറയ്ക്കണം, സ്പഷ്ടമായി കുറയ്ക്കണം ദോഷചിന്തകളൊക്കെയും. കുറവിയതിരിക്കണം, കുറവിനാൽ പഠിക്കണം, കുറയ്ക്കലെന്ന ക്രിയയിലെ മേന്മയെന്നതൊക്കെയും. വ്യവകലനം എന്ന പേരിൽ പിന്നീട് ഈ ക്രിയ അറിയപ്പെട്ടു. ശരി ശരി, ആശാൻ പറയുന്നതൊക്കെ ശരി. പിന്നെന്ത് സംഭവിച്ചു? മലയും കടന്നു നീങ്ങി, കാടുകൾ നാടുകളായി മാറി. കാടും മലയും കടന്നു നീങ്ങി, കാടുകൾ നാടുകളായി മാറി. നാടുകളേറെ കൊഴിഞ്ഞു പോയി, ആടുമിതയേറെയായി. നാടുകളേറെ കൊഴിഞ്ഞു പോയി, ആടുമിതയേറെയായി. കാടും മലയും കടന്നു നീങ്ങി, കാടുകൾ നാടുകളായി മാറി. കാടും മലകളും താണ്ടി അവരുടെ യാത്ര തുടർന്നു. അവരുടെ മനസ്സിലേക്ക് ചിന്തയുടെ പുത്തൻ നാമ്പുകൾ കടന്നു വന്നു. 10 ഒരു ആട്ടിൻകൂട്ടത്തെ 1 വീതം കെട്ടാൻ 10 കുറ്റികളും 2 വീതം കെട്ടാൻ 5 കുറ്റികളും വേണമെന്ന് അനുഭവങ്ങളിലൂടെ അവർ മനസ്സിലാക്കി. 10 2 കൂട്ടങ്ങളാക്കിയാൽ 5 കൂട്ടങ്ങൾ കിട്ടും. അതായത് 10 നിന്നും 2 വീതം 5 പ്രാവശ്യം കുറയ്ക്കാം. ഇങ്ങനെ ആവർത്തിച്ചുള്ള കുറയ്ക്കൽ രീതിക്ക് ഹരണം എന്ന ഓമന പേര് അവർ സ്വീകരിച്ചു. അതെ അതെ, ഹരണം പഠിക്കുമ്പോഴും നമ്മൾക്ക് കൂടുതലായി പലതും ചിന്തിക്കാനുണ്ട്. ഒന്ന് ശ്രദ്ധിക്കൂ. 3 ക്രിയയതിൽ ഹരിക്കാൻ പഠിക്കണം. പഠനം ഹരണത്തിൻ മൂല്യത്തെ അറിയുവാൻ. ഹരണത്തിൻ മൂല്യവത്തായുള്ളതത്രയും നിറശോഭയോടെ തിളങ്ങി നിൽക്കും. ദുഷ്ടത, പോഷത്വം, രാഭേച്ഛ ഇത്യാദി ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. വലുതായതൊക്കെയും ഹരണത്തിൽ അൻപൊടു വിടചൊല്ലും മേന്മകൾ മാത്രമാകും. വിടചൊല്ലും മേന്മകൾ മാത്രമാകും. പത്തെണ്ണമുള്ളൊരു കൂട്ടത്തിൽ നിന്നും 2 ചെറു കൂട്ടം തിരിച്ചാൽ. 10 ഒരു കൂട്ടത്തിൽ നിന്നും 2 ചെറു കൂട്ടം തിരിച്ചാൽ. 5 കൂട്ടങ്ങളെ വേർതിരിച്ചിടാം, ഇങ്ങനെ വന്നു ഹരണക്രിയയും. 5 കൂട്ടങ്ങളെ വേർതിരിച്ചിടാം, ഇങ്ങനെ വന്നു ഹരണക്രിയയും. ആശാനെ, നമ്മുടെ നാട്ടിലെ ഈ മയക്കുമരുന്നിനെ നിരോധിക്കാൻ പറ്റും? തീർച്ചയായും നമുക്ക് നമ്മുടെ നാട്ടിലെ മദ്യമയക്കുമരുന്ന് വ്യവസായികളെ തടയാൻ പറ്റണം. അതിനടിമകളായവരെ രക്ഷിക്കാൻ പറ്റണം. മയക്കുമരുന്നിനാൽ നട്ടം തിരിയുന്ന മാനസമുള്ളോരേറെയുണ്ട്. മയക്കുമരുന്നിനായി നട്ടം തിരിയുന്ന മാനസമുള്ളോരേറെയുണ്ട്. പൊട്ടിത്തകർന്നവർ കുഴഞ്ഞു വീഴും, പെട്ടെന്നു മോചനം സാധ്യമല്ല. പൊട്ടിത്തകർന്നവർ കുഴഞ്ഞു വീഴും, പെട്ടെന്നു മോചനം സാധ്യമല്ല. ഒന്ന് രുചിച്ചാൽ പിന്നെ അവർ അതിൽ പെട്ടതു തന്നെ. കാരണം നമ്മുടെ രക്തത്തിൽ മയക്കുമരുന്ന് ലഭിക്കുന്നതോടെ വ്യതിയാനങ്ങൾ വരുന്നു. പിന്നീട് അത് കിട്ടാതെ വരുമ്പോൾ പരവേശം കൊണ്ട് പേ പിടിച്ച പട്ടിയെപ്പോലെ അവർ ഓടും. ബോധം പോകും. മനുഷ്യനോ മൃഗമോ അല്ലാത്തവരാകും. ചിന്തകൾ കാടുകയറും. ഓരോ ദിനവും ഇന്ന് നിർത്തുന്നു എന്ന് ശപഥം ചെയ്യും. പാവങ്ങൾ, അവരോട് സമൂഹം കരുണ എങ്ങനെ കാണിക്കും? സാമൂഹ്യ ദ്രോഹികളായി അവർ മാറുകയാണ്. ഒരു രോഗിയോടെന്ന പോലെ വളരെ സഹതാപത്തോടെ അവരോട് ഇടപെട്ട് നമുക്ക് അവരെ രക്ഷപ്പെടുത്തണം. അതിനായി ഈ ആശയങ്ങൾ നമുക്ക് പ്രചരിപ്പിക്കാം.
മർത്യനെ ഉന്മത്തനാക്കും മദ്യമൊക്കെ വെടിയണം. മർത്യനെ ഉന്മത്തനാക്കും മദ്യമൊക്കെ വെടിയണം. മദ്യമാഫിയാകളെ ചങ്ങലയ്ക്കു പൂട്ടണം. മദ്യമാഫിയാകളെ ചങ്ങലയ്ക്കു പൂട്ടണം. കർശനമാം നിയമവും കഠിനമായ ശിക്ഷയും ഏകി നമ്മൾ നാടിന് രക്ഷ നൽകി കാക്കണം. കർശനമാം നിയമവും കഠിനമായ ശിക്ഷയും ഏകി നമ്മൾ നാടിന് രക്ഷ നൽകി കാക്കണം. നിർത്തണം നാട്ടിലീ മദ്യമയക്കുമരുന്നുകൾ വ്യാപാരങ്ങൾ നിർത്തണം. നിർത്തണം 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 നാട്ടിലീ മദ്യമയക്കുമരുന്നുതൻ വ്യാപാരങ്ങൾ നിർത്തണം. നിർത്തണം 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 നാട്ടിലീ മദ്യമയക്കുമരുന്നുതൻ വ്യാപാരങ്ങൾ നിർത്തണം. നിർത്തണം നിർത്തണം നാട്ടിലീ മദ്യമയക്കുമരുന്നുതൻ വ്യാപാരങ്ങൾ നിർത്തണം. എത്തിക്കും ആളിനെ തടയണം ഒറ്റണം. എത്തിക്കൂ അവനെ പോലീസിൻ കൈകളിൽ. എത്തിക്കും ആളിനെ തടയണം ഒറ്റണം. എത്തിക്കൂ അവനെ പോലീസിൻ കൈകളിൽ. നമുക്കൊരു പുത്തൻ ഭാരതം ലക്ഷ്യം വയ്ക്കാം. മയക്കുമരുന്നുകളില്ലാത്ത സുന്ദര ഭാരതം. മദ്യവും മയക്കുമരുന്നും കിട്ടാതാക്കണം. അങ്ങനെ നമ്മുടെ ഭാരതം ലോകത്തിൻ്റെ നെറുകയിലെത്തണം. ജയ് ഭാരതം, ജയ് ജയ് ഭാരതം. ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. സുന്ദര സുരഭില ഭാരതം, സുന്ദര സുരഭില ഭാരതം. മദ്യമുക്ത ഭാരതം, ലഹരിമുക്ത ഭാരതം. ബോധധാരയിൽ വളർന്ന സ്വഭയാർന്ന ഭാരതം. മദ്യമുക്ത ഭാരതം, ലഹരിമുക്ത ഭാരതം. ബോധധാരയിൽ വളർന്ന ശോഭയാർന്ന ഭാരതം. ജയ് ഭാരതം. കൂട്ടൽ, കുറയ്ക്കൽ, ഹരിക്കൽ എന്നീ ക്രിയയാണ് ആശാൻ പറഞ്ഞത്. ബാക്കിയുണ്ടോ? ഓഹോ, തീർച്ചയായും പറയാമല്ലോ. അങ്ങനെ 10നെ 2 ഹരിച്ചാൽ 5 എന്ന ആശയം അവർ കണ്ടെത്തി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഏതൻസ്, ഇറ്റലി, ഭാരതം തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുള്ള ചിന്തിക്കുന്ന ആവേശം ഉൾക്കൊണ്ട ജനത രൂപം കൊണ്ടു. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? നല്ല ചോദ്യം. ആവർത്തന വ്യവകലനത്തെ ഹരണം എന്ന് വിളിച്ചു. അവർ ആവർത്തന സങ്കലനത്തെക്കുറിച്ചും ചിന്തിച്ചു. എന്നിട്ട് ഇതിന്റെ ഫലമായി ഒരേ സംഖ്യ പിന്നെയും പിന്നെയും കൂട്ടുന്ന ആവർത്തന സങ്കലനം ഗുണനമെന്ന എളുപ്പമുള്ള ക്രിയയായി രൂപപ്പെട്ടു. ഗണിതത്തിലെ ഗുണനം പഠിക്കുമ്പോഴും നാം മൂല്യവത്തായ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. 4ാം ക്രിയയിൽ ഗുണിക്കാൻ പഠിക്കണം. പഠനം പല മടങ്ങാണെന്നറിയണം. ഗുണിക്കണം ഗുണിക്കണം ഗുണിതമായി ഗുണങ്ങളെ. ഗുണിക്കണം ഗുണിക്കണം മനുഷ്യ സ്നേഹമന്ത്രണം പലവുരു. സ്മരിക്ക നിത്യജീവിതത്തിൽ സദ്ഗുണ ഫലങ്ങളെ. സ്തുതിക്ക നിത്യവൃത്തിയേകും അത്യപൂർവമേന്മകൾ. തീർച്ചയായും ആശാൻ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ്. ആശാനെ, കഥ പറയാ ആശാനെ. കഥ പറയാം, ഒരു കഥ പറയാം. പുണ്യം ഗുണകത്തിൻ കഥ പറയാം. കഥ പറയാം, ഒരു കഥ പറയാം. പുണ്യം ഗുണകത്തിൻ കഥ പറയാം. കഥ പറയാം, ഒരു കഥ പറയാം. പുണ്യം ഗണിതത്തിൻ കഥ പറയാം. ഗുണിതങ്ങൾ തൻ കഥ ഞാൻ പറയാം. ഗുണനഫലത്തിൻ്റെ കഥ പറയാം. ഗുണിതങ്ങൾ തൻ കഥ ഞാൻ പറയാം. ഗുണനഫലത്തിൻ്റെ കഥ പറയാം. പറയാ ആശാനെ, പറയൂ. ഞങ്ങൾ പഠിക്കാൻ റെഡി. വളരെ സന്തോഷം. ഇതാ കേൾക്കൂ. ഓരോ സംഖ്യയ്ക്കും അനേക ഗുണിതങ്ങൾ അവർ കണ്ടെടുത്തു. 3നോട് 3 കൂട്ടിയാൽ 6 കിട്ടും. 6നോട് 3 കൂട്ടിയാൽ 9 കിട്ടും. അതായത് 3 പ്രാവശ്യം കൂട്ടിയത്. 3 പ്രാവശ്യം കൂട്ടിക്കിട്ടിയ 9 3ൻ്റെ 3ാം ഗുണിതമാണ്. ഇങ്ങനെ ആവർത്തന സങ്കലനമാണ് ഗുണനം, അല്ലേ ആശാനെ? ആവർത്തിച്ച് സമയം നഷ്ടപ്പെടുത്താതെ ഗുണനം എന്ന പുത്തൻ രീതി അവർ പ്രയോജനപ്പെടുത്തി. അങ്ങനെയല്ലേ ആശാനെ? വളരെ ശരിയാണ്. ഒരു സംഖ്യയുടെ ഏറ്റവും ചെറിയ ഗുണിതം ആ സംഖ്യ തന്നെയാണ്.
വലിയ ഗുണിതം കണ്ടുപിടിക്കാൻ ആർക്കും സാധ്യമല്ല. പുണ്യം ഗുണം ഗുണകം സമം ഗുണനഫലം എന്നാണ് ആപ്തവാക്യം. 2 ഗുണം 4 സമം 8 എന്നതിൽ 2 ഗുണ്യം 4 എന്നത് ഗുണകം, 8 എന്നത് ഗുണനഫലം. ഗുണ്യം ഗുണകം ഇവ വേർതിരിച്ചറിയുവാൻ നാം വളരെ ബുദ്ധിമുട്ടാറില്ലേ? ഇതാ ഒന്ന് ശ്രദ്ധിക്കൂ. ഏതിനെയാണ് ഗുണിച്ചിടുന്നത് അതിനെ ചൊല്ലുക ഗുണ്യമതായി. ഏതിനെയാണ് ഗുണിച്ചിടുന്നത് അതിനെ ചൊല്ലുക ഗുണ്യമതായി. ഏതിനാലാണോ ഗുണിച്ചിടുന്നത് അതിനെ ചൊല്ലുക ഗുണകമതായി. ഏതിനാലാണ് ഗുണിച്ചിടുന്നത് അതിനെ ചൊല്ലുക ഗുണകമതായി. പുണ്യത്തെയും ഗുണകത്തെയും ഗുണിച്ചെഴുതിയിടിൽ ഗുണഫലമായി. പുണ്യത്തെയും ഗുണകത്തെയും ഗുണിച്ചെഴുതിയിടിൽ ഗുണനഫലമായി. ആവർത്തിക്കും സങ്കലനത്തെ ഗുണനക്രിയയായി നാം ചെയ്യുന്നു. ആവർത്തിക്കും സങ്കലനത്തെ ഗുണനക്രിയയായി നാം ചെയ്യുന്നു. ആവർത്തിക്കും വ്യവകലനത്തെ ഹരണക്രിയയായി നാം ചെയ്യുന്നു. ആവർത്തിക്കും വ്യവകലനത്തെ ഹരണക്രിയയായി നാം ചെയ്യുന്നു. പുണ്യത്തെയും ഗുണകത്തെയും ഗുണിച്ചെഴുതിയിടിൽ ഗുണനഫലമായി. പുണ്യത്തെയും ഗുണകത്തെയും ഗുണിച്ചെഴുതിയിടിൽ ഗുണനഫലമായി. ആവർത്തിക്കും സങ്കലനത്തെ ഗുണനക്രിയയായി നാം ചെയ്യുന്നു. ആവർത്തിക്കും സങ്കലനത്തെ ഗുണനക്രിയയായി നാം ചെയ്യുന്നു. ആവർത്തിക്കും വ്യവകലനത്തെ ഹരണക്രിയയായി നാം ചെയ്യുന്നു. ആവർത്തിക്കും വ്യവകലനത്തെ ഹരണക്രിയയായി നാം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യവർഗത്തിന്റെ ജീവിത സാഹചര്യങ്ങളിലെ ആവശ്യങ്ങളിലൂടെ ജന്മം കൊണ്ട് അവരുടെ കൈകളാൽ പാലുണ്ട് വളർന്ന ഈ സൗന്ദര്യ റാണി ചൂടിയിരിക്കുന്ന 4 മനോഹര പുഷ്പങ്ങളെയാണ് നാം ഇവിടെ പരിചയപ്പെട്ടത്. കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ എന്നീ 4 ഗണിത ക്രിയകളാണ് അവ. ചതുഷ്ക്രിയകൾ എന്ന പേരിൽ ഇവ അറിയപ്പെടുന്നു. അറിവ് പകരുന്ന പ്രിയപ്പെട്ട ഗുരുഭൂതരെ, നിങ്ങൾ ജീവിത മൂല്യം പകരാനും മറക്കരുത്. കമ്പ്യൂട്ടർ ഭാഷ എന്നത് 01 എന്ന 2 അക്കത്തെ കേന്ദ്രമാക്കിയുള്ളതാണല്ലോ. 0 എന്ന് അറബ് ഭാഷയിൽ വിളിച്ച 0 കണ്ടുപിടിച്ച ഭാരത നാടിൻ്റെ പുത്തൻ തലമുറക്കാരായ നമുക്ക് ഈ ത്രയക്ഷര സുന്ദരിയെ സന്തോഷത്തോടെ സ്വീകരിക്കാം. പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മറ്റുള്ളവർക്ക് കൂടി സന്തോഷമേകിക്കൊണ്ട് ജീവിക്കാം. സ്നേഹവും ത്യാഗവും സത്യധർമാദികൾ 4 ജീവിത സദ്ഗുണങ്ങൾ. സ്നേഹവും ത്യാഗവും സത്യധർമാദികൾ 4 ജീവിത സദ്ഗുണങ്ങൾ. കൂട്ടിക്കിഴിക്കും കണക്കുകൾ നോക്കിലും കാണാം ചതുഷ്ക്രിയ ബന്ധമിപ്പോ. കൂട്ടിക്കിഴിക്കും കണക്കുകൾ നോക്കിലും കാണാം ചതുഷ്ക്രിയ ബന്ധമിപ്പോ. കൂട്ടൽ കുറയ്ക്കലും ഗുണനഹരണവും പാഠ്യഭാഗത്തു തിരിച്ചറിഞ്ഞോ. കൂട്ടൽ കുറയ്ക്കലും ഗുണനഹരണവും പാഠ്യഭാഗത്തു തിരിച്ചറിഞ്ഞോ. നമ്മുടെ ജീവിതവുമായി എന്നും എപ്പോഴും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഈ ലളിത മനോഹരിയായ രാജകുമാരിക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കാം. ഗണിതം പഠിക്കുമ്പോൾ നാം ചില ഗുണപാഠങ്ങൾ കൂടി പഠിക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്താൻ കഴുകന്മാരുടെ മനസ്സുമായി നമ്മെ സമീപിക്കുന്നവരെ സൂക്ഷിക്കണം. നിത്യജീവിതം കൂടുതൽ സുന്ദരമാക്കുവാൻ ഈ ദേവതയ്ക്ക് കഴിയട്ടെ. ഗണിത ചിന്തയോടൊപ്പം മാനവിക ചിന്തകളും നമുക്ക് പങ്കുവയ്ക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും അകപ്പെടുന്ന കൂട്ടുകാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. പഠനത്തിലും അറിവ് നേടുന്നതിലും സന്തോഷം കണ്ടെത്താം. വിൽപ്പാട്ടിൻ്റെ ചരിത്രത്തിലെ വേറൊരു കലാരൂപമായി നമുക്ക് ഇതിനെ കാണാം. അന്യം നിന്നു പോകാതെ ഈ വിൽപ്പാട്ട് കലയെ സംരക്ഷിക്കാം. തെക്കേ ഇന്ത്യയിലെ തെക്കൻ കേരളത്തിൽ വളർന്നു വന്ന ഈ കലാരൂപം അനശ്വരമാകട്ടെ. മലയാള ഭാഷയ്ക്ക് മുതൽക്കൂട്ടാകട്ടെ. ലോകത്തിന് തന്നെ വിളക്കാകട്ടെ. മലയാളത്തമ്മേ
നിന്നെ വണങ്ങാം, മധുവേറും ഗീതങ്ങൾ പാടാം. മലയാളത്തമ്മേ നിന്നെ വണങ്ങാം, മധുവേറും ഗീതങ്ങൾ പാടാം. തിരുനെറ്റിത്തടം തന്നിൽ തെളിയും, തിരുനെറ്റിത്തടം തന്നിൽ തെളിയും കുങ്കുമക്കുറിയല്ലോ ഗണിതം, കുങ്കുമക്കുറിയല്ലോ ഗണിതം. മലയാളത്തമ്മേ നിന്നെ വണങ്ങാം, മധുവേറും ഗീതങ്ങൾ പാടാം, മധുവേറും ഗീതങ്ങൾ പാടാം, മധുവേറും ഗീതങ്ങൾ പാടാം. മലയാളത്തമ്മയുടെ തിരുനെറ്റിയിൽ ശോഭിക്കുന്ന വരവർണ്ണ കുറി പോലെയാണ് ഗണിത സാഹിത്യം. പുഞ്ചിരിക്കുന്ന പുഷ്പങ്ങളോടൊപ്പം മലയാളത്തമ്മയെ നമുക്ക് വണങ്ങാം. ഗണിത സാഹിത്യ ശാഖ എന്ന പുത്തൻ വീക്ഷണത്തിലേക്കും കലയും സാഹിത്യവും കോർത്തിണക്കി രൂപപ്പെടുത്തിയ ഈ ഗണിത ബോധന രീതിയിലേക്കും സാംസ്കാരിക കൈമാറ്റ രീതിയിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ആശംസകൾ നേരട്ടെ. നന്ദി, നമസ്കാരം. കാലയവനികയ്ക്കുള്ളിൽ മറയും നാടൻ കലയുടെ ശീലുകളെ, കാലയവനികയ്ക്കുള്ളിൽ മറയും നാടൻ കലയുടെ ശീലുകളെ. ഇവിടെ ഉണരും നാടൻ കലയും ഉണർന്നു പാടും ഗീതങ്ങൾ, ഇവിടെ ഉണരും നാടൻ കലയും ഉണർന്നു പാടും ഗീതങ്ങൾ. നാളുകളായി നടനമാടിയ നാടൻ കലയുടെ പുരവതിമാരെ, നാളുകളായി നടനമാടിയ നാടൻ കലയുടെ പുരവതിമാരെ, നിങ്ങളുയർത്തിയ ഈ തിരുനാളം ഞങ്ങളിലെന്നും വിരിയട്ടെ, നിങ്ങളുയർത്തിയ ഈ തിരുനാളം ഞങ്ങളിലെന്നും തെളിയട്ടെ.